ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് ഷിഹാസ് എന്നാണ്. ഞാൻ വരുന്നത് വയനാട് ജില്ലയിൽ നിന്നാണ്. ഈ ഒരു ബിസിനസ് അവസരം എനിക്ക് പരിചയപ്പെടുത്തിയത് മറ്റാരുമല്ല, നേരത്തെ STC ലീഡർ അച്ഛൻ പരിചയപ്പെടുത്തിയെന്ന് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പരിചയപ്പെടുത്തിയത് എൻ്റെ ഉമ്മയാണ്. ഈ ഒരു പ്ലാൻ എനിക്ക് പരിചയപ്പെടുത്തിയത് തുടക്കത്തിലൊന്നും ഈ ഒരു പ്ലാൻ എന്താണെന്നോ അല്ലെങ്കിൽ ഈ ബിസിനസിന്റെ സാധ്യത എന്താണോ എന്നോ മനസ്സിലാക്കാതെ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നതാണ്. ആക്ച്വലി ഇപ്പോ ഇവിടെ ഈ ഒരു ഹാളിൽ ഇരിക്കുന്ന നിങ്ങളെ പോലെ ഒരു ചിന്തയായിരുന്നു എനിക്ക്. എന്തോ ഒരു പരിപാടിയാണ് എന്നൊരു ചിന്തയാണ് തുടക്കം മുതൽ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ഇതൊന്നും സാധ്യമല്ല, അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കൊരു കരിയറായി സെലക്ട് ചെയ്യാൻ പറ്റുന്നതിൽ എത്രമാത്രം പോസിബിലിറ്റി ഉണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ചെയ്യുന്നതായിട്ട് അറിയുന്നത്. തുടക്കത്തിലൊക്കെ പരിഹസിച്ചു, കളിയാക്കി, ഇത് കൊള്ളില്ല, ഇതെന്തോ ഒരു പരിപാടിയാണ് എന്ന് ചിന്തിച്ച് ഞാൻ പതിയെ ഇതുപോലെ നിങ്ങൾ ഇന്ന് ഹാളിൽ ഇരിക്കുന്നത് പോലെ പല പ്രോഗ്രാമുകളിൽ കയറി ഇറങ്ങാൻ തുടങ്ങി. പ്രോഗ്രാമുകളിലൂടെ ഒരു കാര്യം മനസ്സിലായി, ഇതിൽ വരുമാനം കിട്ടും എന്നുള്ള കാര്യം മനസ്സിലായി. ഉമ്മാൻ അക്കൗണ്ടിലേക്ക് ചെറിയ വരുമാനം വരുന്നത് കണ്ടപ്പോൾ കമ്പനി വരുമാനം കൊടുക്കുന്നില്ല എന്നുള്ള കാര്യത്തിലേക്ക് വിശ്വാസമായി. രണ്ടാമതായിട്ടുള്ള ഏറ്റവും വലിയ ചോദ്യം, ഇത് കമ്പനി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യം, ഇത് എനിക്ക് കിട്ടുമോ എന്നുള്ളതായിരുന്നു. അപ്പോ എനിക്ക് കിട്ടുമോ എന്നുള്ള ചോദ്യത്തിൽ തീർച്ചയായിട്ടും എന്റെ ലീഡേഴ്സ് എനിക്ക് വ്യക്തമായിട്ട് ഒരു കാര്യം പറഞ്ഞു, എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഈ കമ്പനിയുടെ സിസ്റ്റം, ടീമിന്റെ സിസ്റ്റം അനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തന്നു. 100% ഈ ഒരു ബിസിനസ് അവസരം എനിക്ക് പരിചയപ്പെടുത്തിയ ഉമ്മാനെയും എന്റെ അപ്ലൈൻ ലീഡേഴ്സ്, ഇന്ന് കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ ഷാലി സാർ, NTC ലീഡർ സെമീറ മാഡം, ഇവർ പറയുന്നത് പോലെ പ്രവർത്തിച്ച് വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചപ്പോൾ വരുമാനം കിട്ടി. വരുമാനം കിട്ടുന്ന സമയത്ത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു കരിയർ ആക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്നും BSc നഴ്സിംഗ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു കരിയർ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ട് ഈ ഒരു ബിസിനസിനെ ലൈഫ് ടൈം കരിയറായിട്ട് കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. തുടക്കത്തില് ഇപ്പോ നിങ്ങൾക്കുള്ളത് പോലെ തന്നെയുള്ള സംശയം, 2,10,000 രൂപയുടെ കാര്യത്തിലും എനിക്ക് വലിയ തരത്തിലുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. 2,10,000 രൂപ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഈ സംശയത്തിന് തീർച്ചയായിട്ടും 1.5 വർഷം, ആ സംശയത്തിന് 1.5 വർഷം കാലയളവ് ഉണ്ടായിട്ടുള്ളൂ. കാരണം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 1.5 വർഷത്തിനുള്ളിൽ വീക്കിലി ഇൻകം 2,10,000 ആഴ്ച വരുമാനം എനിക്ക് വാങ്ങാൻ വേണ്ടി സാധിച്ചു. എന്റെ 20ാമത്തെ വയസ്സിലാണ് ഞാൻ വാങ്ങിയത്. അതിനുശേഷം ഞാൻ വാങ്ങിയ അതേ ആഴ്ചയിൽ എന്റെ ഉമ്മാമ 62 വയസ്സുണ്ട്, ഉമ്മാമാന്റെ വീക്കിലി ഇൻകം 2,10,000 വാങ്ങിച്ചു കൊടുക്കാൻ ഈ ഒരു ബിസിനസ്സിലൂടെ സാധിച്ചു. ഇന്ന് വളരെ സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളോടൊക്കെ പറയും, ഈ ഒരു ബിസിനസ് നിങ്ങൾ ഫാമിലിയോട് കൂടി ചെയ്യണം എന്നുള്ളത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ഇന്ന് എന്റെ കുടുംബത്തില് ഞാൻ ഇന്ന് കമ്പനിയുടെ RTC റാങ്കിലാണ്. ഞാൻ RTC ആയ അതേ ആഴ്ചയിൽ എന്റെ ഉമ്മയും റീജിയണൽ ടീം കോർഡിനേറ്റർ ആയി. ഇന്ന് കുടുംബത്തിൽ 2 RTCമാരുണ്ട്. എന്റെ ഉമ്മാമ ഒരു STC റാങ്കിലാണ്. സത്യം പറഞ്ഞാല് ഈ ഒരു ബിസിനസ് ഫാമിലിയോട് കൂടെ ചെയ്യുമ്പോഴുള്ള സന്തോഷം അത് ചെറിയൊരു സന്തോഷമല്ല. എപ്പോഴും കുടുംബത്തിന്റെ കൂടെ നിൽക്കാൻ സാധിക്കും, നല്ല രീതിയിൽ ടീമിനെ ബിൽഡ് ചെയ്യാനും നല്ലൊരു പോസിറ്റീവ് ആംബിയൻസ് നമുക്ക് ഉണ്ടാക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഫാമിലിയോട് കൂടെ ചെയ്യുക. ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നതിന് ശേഷം പല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. സാധാരണ വീട്ടില് എന്റെയൊക്കെ പ്രായത്തിലുള്ള ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം വീട്ടിൽ ചോദിക്കുക, വീട്ടുകാരുടെ പണം കൊണ്ട് വാങ്ങുക എന്നുള്ളതാണ് പൊതുവെ നടക്കുന്നത്. പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് ഒരു മൊബൈൽ ഫോൺ, എന്റെ അനിയത്തിക്ക് ഒരു മൊബൈൽ ഫോൺ, എന്റെ അനിയനൊരു മൊബൈൽ ഫോൺ. ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ ചെറിയതായിട്ട് കാണും. എന്റെ പ്രായത്തിൽ 20 വയസ്സിൽ എന്റെ പ്രായത്തിൽ എനിക്കത് കാണിക്കാൻ അല്ലെങ്കിൽ അത് വാങ്ങി കൊടുക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും മൈലേജിന്റെ പവറാണ്. അപ്പോൾ വളരെ ശക്തമായിട്ട് എല്ലാവരും ഏറ്റെടുത്ത് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. താങ്ക് യു ലീഡേഴ്സ്. ഇവരെ നമുക്ക് നിറഞ്ഞ കൈയോടുകൂടി വേദിയിലേക്ക് പറഞ്ഞു കഴിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുവരെ വിളിച്ചത് 75 ലക്ഷം അല്ലേ?